പോവാ. ഏത് പള്ളിയിലെ സാനിയ ഏത് പള്ളിയിലാ പോകുന്നത്? സെന്റ് പീറ്റർ എന്തോ ചർച്ച്. ആ പള്ളിയുടെ പ്രത്യേകത എന്താ? കുരുക്കഴിക്കുന്ന മാതാവിന്റെ പള്ളി. അപ്പോൾ സാനിയ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജർമ്മനിയിലെ ഔസ്ബുർഗിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിലോട്ടാട്ടോ പോകുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ. വന്നിട്ട് 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ട് അവിടെ പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ നമുക്കിന്ന് പള്ളിയിലോട്ട് പോകാം. അപ്പോൾ ഇതാട്ടോ പള്ളി. ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ഒത്തിരി ആളില്ലായിരുന്നെങ്കിലും വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് വന്ന് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരു കൊന്തിയൊക്കെ ചൊല്ലി. എൻ്റെ കുരുക്കുകളൊക്കെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ പള്ളിയുടെ ഒരു സൈഡിലാണെങ്കിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും നിയോഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിടാം. മാത്രമല്ല ഇവിടെ നമുക്ക് മാതാവിൻ്റെ ഫ്രണ്ടിൽ തിരി കത്തിക്കാം. പക്ഷേ എന്തോ ചില്ലറ പൈസ കൊടുക്കണം. എൻ്റെ അടുത്ത് അതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തിച്ചില്ല. അപ്പോൾ അടുത്ത വട്ടം പോകുമ്പോൾ എനിക്ക് 2-3 തിരിയൊക്കെ കത്തിക്കണം എന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കിട്ടും. പുറത്തിറങ്ങാൻ നേരത്ത് നല്ല മഴയും നല്ല തണുപ്പുമായിരുന്നുകൊണ്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടാട്ടോ വന്നേ. അപ്പം കാപ്പിയൊക്കെ കുടിച്ച് മെല്ലെ 6:30 ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറി ഞങ്ങൾ ലുഡോ കളിക്കാൻ തുടങ്ങി. അപ്പം ഇന്നത്തെ ലുഡോ കിങ് ഞാനായിരുന്നു. അപ്പോൾ കളിയൊക്കെ ഏകദേശം കഴിയാറായപ്പോഴത്തേക്കും അവസാനം വന്നത് കുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുക്ക് ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ നോക്കുക. പാവം കളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അപ്പോൾ സാനി പറഞ്ഞ് പിന്നെയും കേട്ടല്ലോ, ഞാനായിരുന്നു ഇന്നത്തെ ലുഡോ കിങ്. അങ്ങനെ ലുഡോ കളിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല വാശിയുള്ള കളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ലുഡോ ഒക്കെ കളിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ നല്ല കളിയായതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല, ഒട്ടും അറിഞ്ഞില്ല. ഈ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് കളിക്കുന്ന നമ്മുടെ കുക്കു കേട്ടോ. കുക്കു മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കുക്കു ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.